ഹായ് ഹലോ നമസ്കാരം. എന്തുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു കേക്കിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടാലോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ സ്പഞ്ചൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു, 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നീട് നമ്മൾ ബേസിലേക്ക് 10 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്പഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നമ്മളൊന്ന് വെറ്റ് ചെയ്തു. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ഒരു നൂൽ പരുവത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ക്രീമിന് മുകളിലായിട്ട് ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ കാരമൽ സോസാണ്, ആ സോസ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് പ്രലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് ചോക്കോ ചിപ്സ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ രണ്ടാമത്തെ ലെയർ കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തു. അതും ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നമ്മൾ വെറ്റ് ചെയ്തെടുത്തു. പിന്നീട് സെയിം പ്രോസസ്സ് തന്നെ അതിൻ്റെ മുകളിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുക. പിന്നെ എന്നിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യുക. അതിനുശേഷം കാരമൽ സോസ് ഒഴിക്കുന്നുണ്ട്. കാരമൽ സോസ് കൂടെ ഒഴിച്ച് പിന്നീട് നമ്മൾ ചോക്കോ ചിപ്സും പ്രലൈനും ഇട്ട് കൊടുക്കുന്നു. പിന്നെ മൂന്നാമത്തെ ലെയറും വെച്ചു. 3 ലെയറായിട്ടായിരുന്നു ഞാൻ കേക്ക് കട്ട് ചെയ്തെടുത്തിരുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്തു, കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തു. പിന്നെ ക്രീം കൂടെ ഉപയോഗിച്ച് നമ്മളൊന്ന് അതിൻ്റെ ക്രംസൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ക്രീം ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ചെയ്ത് ഫിനിഷ് കോട്ടിങ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.